അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, യഅ്ഖൂബുൽ ലൈസ് എന്ന് പറയപ്പെടുന്ന വലിയൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിനേക്ക് ഒരു ദിവസം ഒരു പള്ളവേദന വന്നു. അത് ചെറുതാണെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നീട് അത് വലിയൊരു രോഗമായി മാറി. രാജാവാണല്ലോ. അങ്ങനെ അവിടെയുള്ള എല്ലാ വൈദ്യന്മാരെയും അദ്ദേഹം വിളിച്ചു വരുത്തി അതിന് ചികിത്സ തേടി. പക്ഷെ ഒന്നും ശിഫയായി കിട്ടിയില്ല. എങ്ങനെ ചികിത്സിച്ചു നോക്കിയാലും എത്ര പണം ചെലവ് ചെയ്തു നോക്കിയാലും ഒന്നും റാഹത്തായി കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ അന്വേഷിക്കുകയാണ്, പുതിയ പുതിയ വൈദ്യന്മാരെവിടെയെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെ കുറേ ആൾക്കാർ വന്നു. എല്ലാവരും അവർക്ക് വേണ്ടതുപോലൊക്കെയും പരീക്ഷിച്ചു നോക്കി. പക്ഷെ ഒന്നും ഇദ്ദേഹത്തിനൊരു ശമനം കാണാതിരിക്കുമ്പോൾ ആരോ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ നാട്ടിൽ വലിയൊരു പണ്ഡിതനുണ്ട്, വലിയൊരു ആബിദുണ്ട്, ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യനുണ്ട്. അതായത് സഹ്ൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എന്ന് പറയപ്പെടുന്ന ഒരു മഹാനുണ്ട്. അദ്ദേഹത്തിനൊന്ന് വിളിച്ചാലോ, അദ്ദേഹം ഒന്ന് ചികിത്സിക്കും, അല്ലെങ്കിൽ ഒന്ന് മന്ത്രിച്ചു തരും, അത് ശിഫയാകും എന്ന് ആരോ ഒന്ന് പറഞ്ഞു. പക്ഷേ രാജാവിനത്ര താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതിനു മുമ്പ് അദ്ദേഹത്തിനെ വിളിക്കാത്തത്. പക്ഷേ ഏതായാലും അവസാനമായി അങ്ങനെ ഒന്ന് നോക്കാം എന്ന് അദ്ദേഹത്തിനെ വിളിക്കുകയും അങ്ങനെ ബഹുമാനപ്പെട്ട സഹ്ൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഈ യഅ്ഖൂബുൽ ലൈസ് എന്ന് പറയപ്പെടുന്ന ഈ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹം വരികയും അങ്ങനെ ബഹുമാനപ്പെട്ടവരോട് ആ രാജാവ് തൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഹ്ൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആ രാജാവിൻ്റെ തലൻ്റെ അരികിൽ ഇരുന്നു കൊണ്ട് ഒരു ദുആ അവിടുന്ന് ദുആയിരുന്നു. വേറെ ഒന്നും ചെയ്തില്ല, ഒറ്റൊരു ദുആയാണ്. യാ റബ്ബേ, ഇദ്ദേഹം രാജാവാണ്, ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്രയോ വൈദ്യന്മാർ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും ചികിത്സിച്ച് ഫലം കണ്ടിട്ടില്ല. പക്ഷെ ഞാനൊരു നല്ലവനല്ലെങ്കിലും ഇവരെ ചിന്തപ്രകാരം ഞാൻ നിനക്ക് വഴിപ്പെടുന്നവനാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചികിത്സിച്ച് വിജയിച്ചാൽ അത് വലിയ നിന്റെ അടുക്കൽ അത് വലിയ സ്ഥാനമുള്ളതാകും. ഇദ്ദേഹത്തിൻ്റെ കൽബിനും അതേ നിന്നോട് വലിയ താല്പര്യമുണ്ടാകും. കാരണം ഇതുവരെ വന്നവരൊക്കെയും ആ നിലക്ക് നിനക്ക് വഴിപ്പെട്ടിട്ട് ചികിത്സിച്ചവരൊന്നുമല്ല, അവരുടെ വിദ്യം കൊണ്ടവർ ചികിത്സിച്ചവരാണ്. അപ്പം അതെല്ലാം ബാധ്യനാണ്. അല്ലാഹുവിലേക്ക് വഴിപ്പെട്ടാൽ, അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിലേക്കൊക്കെ ഉത്തരമുണ്ട് എന്നുള്ള വിശ്വാസം ഇദ്ദേഹത്തിന് കിട്ടും. അത് നീ ഇവിടെ കാണിച്ചു കൊടുക്കണേ, നിന്റെ ഇബാദത്തിൻ്റെ ഇസ്സത്ത് നീ ഇവിടെ കാണിച്ചു കൊടുക്കണേ റബ്ബേ എന്ന് ഒറ്റൊരു ദുആ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട സഹ്ൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ദുആർക്കലോടുകൂടെ രാജാവ് അത്ഭുതപ്പെടുന്നു. അതോടുകൂടെ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ രോഗം ശമനമാകുന്നു. അദ്ദേഹം ആ രാജാവ് പിന്നീട് ബഹുമാനപ്പെട്ട സഹ്ൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ബഹുമാനപ്പെട്ടവരെ പിന്തുടരുന്ന ഒരു വലിയൊരു ആളായി തീരുന്നു. നോക്കണം, മഹാന്മാരുടെ ആ ദഅവത്ത്, അവരുടെ ജീവിതം വരാതെ എങ്ങനെ നന്നാക്കണമെന്ന് അവർ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഒരു തക്കം കിട്ടിയാൽ എങ്ങനെങ്കിലും അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് അവർ ആൾക്കാരെ കൊണ്ടുവരികയാണ്. അതാണ് മഹാന്മാരുടെ ജീവിതം. വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ട, ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിലൂടെ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. അതേ, നമ്മുടെ ജീവിതം അള്ളാഹുവിലേക്ക് തിരിക്കുക, നല്ല ആത്മാർത്ഥമായ മനസ്സോടുകൂടെ റബ്ബിലേക്ക് നാം തിരിഞ്ഞാൽ എല്ലാം റാഹത്തായിട്ട് കിട്ടും, എല്ലാം മോശമായി കിട്ടും എന്നതിന് വലിയൊരു തെളിവാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.